ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിൽ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. എങ്ങനെ ഭയങ്കര കുറഞ്ഞ ചിലവിൽ എസ്തെറ്റിക് ആയിട്ട് ഫാമിലി ഡിന്നർ പ്ലാൻ ചെയ്യാമെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഇല്ലേ, നമ്മളിങ്ങനെ ബർത്ത്ഡേസ് ഒന്നുമില്ലേ വലിയ കാര്യമായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യലൊന്നുമില്ല കേട്ടോ. നമ്മൾ ബർത്ത്ഡേ എന്ന് പറയുന്നത് മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കും, പിന്നെ രാത്രി പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡെല്ലാം ആക്കിയിട്ട് കഴിക്കും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇപ്രാവശ്യം മോനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു കേക്ക് കട്ടാക്കണം എന്നുള്ളത്. ഓൻ്റെ സ്കൂളത്തെ ഫ്രണ്ട്സൊക്കെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ആൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ തന്നെ കേക്ക് സെറ്റാക്കിയിട്ട് എടുക്കാമെന്ന് കരുതി. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ട് അതിൽ നന്നായിട്ട് ബട്ടറൊക്കെ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇല്ലേ, ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെക്കേണ്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഇത്. നമ്മുടെ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വെക്കൽ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കിയിട്ട് എടുക്കാം. അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് രീതിയിൽ മെഷർ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കേക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം. പിന്നെ 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ 1-2 തവണ അരിച്ചിട്ടെടുത്താൽ അത്രയും നല്ലതാട്ടോ. ഞാൻ 1 kg കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. 3-4 എടുക്കുക. ഇത് അത്യാവശ്യം നല്ല സൈസിലുള്ള മുട്ടയാണ്ട് 3 എടുത്തിട്ടുള്ളൂ. അതിൻ്റെ എഗ്ഗിൻ്റെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എഗ് വൈറ്റ് മാത്രം ആദ്യം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എഗ് വൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബീറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ഒറ്റയടിക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇങ്ങനെ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബീറ്റ് ചെയ്യുന്ന പാത്രത്തിലോ നമ്മളെ ബീറ്ററിലോ ഒരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ട ഇതുപോലെ പതിഞ്ഞിട്ട് കിട്ടൂല. അങ്ങനെ പൗഡർ ഷുഗർ കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പതിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മുട്ടൻ്റെ മഞ്ഞയില്ലേ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ അതൊന്നുകൂടി ഇതിലേക്ക് അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശായിട്ട് ഓരോ ട്രിപ്പായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താലില്ലേ നമ്മുടെ പതിഞ്ഞ് വന്ന മുട്ടയില്ലേ അത് താണു പോവാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാൽ കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച നമ്മുടെ ടിന്നില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2-3 തവണ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് എൻ്റെ അവൻ സെറ്റപ്പ് നന്നായിട്ട് ചൂടായിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഈ ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. കറക്റ്റ് 45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ബേക്ക് ചെയ്തിട്ടെടുക്കാൻ. എനിക്ക് ഈ കേക്ക് ബേക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് 45 മിനിറ്റ് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കില്ലേ നമ്മളെ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് തണിഞ്ഞിട്ട് വരട്ടെ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫിയോനൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ആദ്യം ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നല്ല രീതിയിൽ നമ്മളെ ക്രീം വിപ്പായിട്ട് കിട്ടും. ഇനി ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ക്രീമെല്ലാം നല്ല രീതിയിൽ വിപ്പായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസും 4 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഓവർ ബീറ്റ് ആവാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ക്രീം ഓവർ സ്റ്റിഫായി പോവും. ഞാൻ വീഡിയോയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എൻ്റെ ക്രീം ഇച്ചിരി ഓവർ സ്റ്റിഫായി പോയിട്ടുണ്ട്. ഇത്രയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സമയം കൂടെ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത കേക്കിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് തണിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇല്ലേ, ഞാൻ സാധാ ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ആർഭാടകരമായിട്ടുള്ള ചോക്ലേറ്റ് കേക്കൊന്നുമല്ല, സാധാ നമ്മൾ വീട്ടിൽ തന്നെയുള്ള മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് സാധാ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കേക്കെല്ലാം വെച്ചിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ആദ്യം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രീം ഫില്ല് ചെയ്ത് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇല്ല അതിൽ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ലെയേഴ്സായിട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ കേക്കിലും ക്രം കോട്ടും ഫൈനൽ കോട്ടിലും ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഇല്ലേ, അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കുക്കിംഗ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ അത് നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇട്ട് വെച്ച പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. ആ ചൂട്ടത്ത് കിടന്നിട്ട് നമ്മുടെ ചോക്ലേറ്റിൽ നല്ല രീതിയിൽ മെൽറ്റ് ആയിക്കോളും. ഞാൻ കുറേ കാലം മുമ്പേ വാങ്ങി വെച്ച ഈ ഒരു മോൾഡിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത സെയിം പാത്രത്തിൽ തന്നെ ഞാൻ ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് മെൽറ്റായിട്ട് വന്നതിന് ശേഷം ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗനാഷിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മോൾഡിൽ ഒഴിച്ച് വെച്ച ചോക്ലേറ്റ് ഇല്ലേ, അതിതാ നല്ല രീതിയിൽ നല്ല മൊഞ്ചിൽ സെറ്റായിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് കേക്കെല്ലാം ഒന്ന് മൊഞ്ചാക്കിയിട്ട് എടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ഡ്രിപ്പും പിന്നെ അതിൻ്റെ മേലിൽ ഗനാഷ് വെച്ചിട്ടൊക്കെ എന്തെല്ലാം ഒരു മോഡലെല്ലാം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഡൈനാമിക് ചിക്കനാണ്. അതിനായിട്ട് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റെങ്കിലും മാരിനേഷൻ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ബാക്കിയുള്ള സ്റ്റെപ്പെല്ലാം ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഒരു മുട്ട കൂടി ബീറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത ചിക്കനിൽ നല്ലോണം മസാലയിലും പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുട്ടയിലും ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിലും ഒന്ന് മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഏകദേശം ഒരു ഫ്രൈഡ് ചിക്കനെല്ലാം ചെയ്യൂലേ, ആ ഒരു മെത്തേഡെല്ലാം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം മൊത്തത്തിൽ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡൈനാമിക് ചിക്കനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഞാനില്ല ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇത് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്ക്. അതിനായിട്ട് 1 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് നമ്മുടെ സാധാ ടൊമാറ്റോ സോസ് ഇല്ലേ, അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചില്ലി സോസ്, ഹോട്ട് സോസ് ഇതെല്ലാം ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറും ടൊമാറ്റോ സോസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ആവശ്യമായിട്ടുള്ളത് ഹണിയാണ്. ഹണിയും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ അതിന് പകരമായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇല്ലാന്ന് കരുതിയിട്ട് നമ്മളത് ഉണ്ടാക്കാണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്, നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു മയോണൈസിന് തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഡൈനാമിക് ചിക്കൻ സെർവ് ചെയ്യാം. അപ്പോൾ കഫേയിൽ നിന്നെല്ലാം നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലെറ്റ്യൂസിന് പകരം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാബേജ് ലീഫാണ്. അതൊരു ബൗളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലിലേക്ക് ഡൈനാമിക് ചിക്കൻ കൂടി വെച്ചിട്ട് മേലിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉണ്ടാക്കുന്നത് സാലഡാണ്. പിന്നില്ല ഞാനങ്ങനെ ഒരുപാട് ഡിഷസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഡെസേർട്ടായിട്ട് നമ്മുടെ കേക്ക് ഉണ്ടല്ലോ അത് തന്നെയാണ്. പിന്നെ ഡൈനാമിക് ചിക്കനും പിന്നെ ഒരു സാലഡും മെയിൻ കോഴ്സായിട്ട് ആകെ മന്തി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. മന്തിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടുനോക്കാം. അല്ലാണ്ട് ഓവറായിട്ട് ഭയങ്കര ആർഭാടായിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. സംഭവം ഇതൊരു ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിലുള്ള നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ട് ഒരു ഡിന്നർ പാർട്ടി അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ ധാരാളം തന്നെയാണ്. പിന്നെ ഒരുപാട് ഫുഡ് ഉണ്ടാക്കുക, അത് വേസ്റ്റ് ചെയ്യുക, വീഡിയോക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റ് ചെയ്യുക, അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ്, ക്യാബേജ്, കുക്കുംബർ, സവാള ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബോയിൽ ചെയ്തെടുത്ത് നമ്മുടെ സ്വീറ്റ് കോൺ ഇല്ലേ, അതും ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസിൽ നമ്മൾ നേരത്തെ ഡൈനാമിക് ചിക്കനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സോസില്ലേ, അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്രമാത്രം ഇതൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടണോ അത്രയും ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാലഡും ഇവിടെ സെറ്റായിട്ടുണ്ട്. സാലഡ് ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലിൽ കുറച്ച് അനാറും പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സാലഡില്ലേ കാണാനും കഴിക്കാനും എല്ലാം അടിപൊളിയാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള സാലഡുമാണ്, ടേസ്റ്റിലും അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഫുഡൊന്നും ഇല്ല. നമ്മുടെ മന്തി, ഡൈനാമിക് ചിക്കൻ, പിന്നെ സാലഡ്, കേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് ടേബിളിൽ അറേഞ്ച് ചെയ്യൽ ഒരു ടാസ്ക് തന്നെയാണ്. കാരണം എൻ്റെ വീട്ടിലത്തെ ടേബിൾ അത്യാവശ്യം നല്ല സൈസുള്ള ടേബിളാണ് കേട്ടോ. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വൈറ്റ് കളർ കേർട്ടന് നമ്മൾ ടേബിളിൻ്റെ സെൻറ്ററിൽ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വിരിച്ചിട്ടില്ല കേട്ടോ, സെൻട്രൽ പാർട്ടിൽ മാത്രമായിട്ട് വിരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ വീട്ടിലും എന്തെങ്കിലും ഒരു ഡെക്കർ ഐറ്റം ഉണ്ടാവില്ല, അതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫ്ലവേഴ്സ് സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ചെയ്യുന്ന
പോലെ ഗ്ലാസ് കമഴ്ത്തി വെക്കുക, ഒരു ക്യാൻഡിൽ എടുത്തിട്ട് കത്തിക്കുക. അങ്ങനെ നമ്മൾ ടേബിളും കാണാൻ കൊള്ളാവുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ അത്യാവശ്യം നല്ല മുഞ്ചുള്ള പാത്രത്തിൽ നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്തിട്ട് ടേബിളിൻ്റെ മേലിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബർത്ത്ഡേ പോയിൻ്റെ ആഗ്രഹപ്രകാരം അതാ കേക്ക് കൂടി കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.